മഞ്ഞ് പെയ്യണ പൊൻപുലരിയില് തണുത്ത് വിറച്ച് ഗുരുവായൂരപ്പാന്ന് വിളിച്ച ആ തിരുനടയിൽ നിൽക്കുമ്പോൾ ഈ ലീലയുടെ സുപ്രഭാതം അങ്ങനെ കേൾക്കാം. ഗുരുവായൂരപ്പന്റെ കിഴക്കേ നടക്കയോടെ നിർമാല്യവും വാകച്ചേർത്തൊക്കെ തൊഴാൻ പറ്റിയാണല്ലോ. എന്താ ഇപ്പൊ പറയുക, ഇതല്ലേ സുഹൃതം. ശ്രീലകത്തെ ആ വിളക്കിന്റെ പ്രഭയില് പൊന്നുഗുരുവായൂരപ്പൻ തങ്ക നിറത്തിലിങ്ങനെയാവും. കൂടെ തൊഴാൻ നിൽക്കണവരൊക്കെ ഗുരുവായൂരപ്പാന്നങ്ങനെ വിളിക്കും. തുളസിമാലയുടെയും ചന്ദനത്തിന്റെയും ഗന്ധം നമ്മളിങ്ങനെ തഴുകും. ഇങ്ങനെ ആ തിരുനടയിൽ അങ്ങോട്ട് എത്തുമ്പോഴേ കാരുണ്യക്കടലായ പൊന്നുഗുരുവായൂരപ്പന്റെ ഒരു പുഞ്ചിരിക്കണ മുഖം ഇങ്ങനെ കാണും. ഇതാണ് നേട്ടം. സമ്പാദ്യവും ബാക്കിയുള്ളതൊക്കെ കുറച്ച് കഴിയുമ്പോൾ തീരും. ഈ പുഞ്ചിരി ഉണ്ടല്ലോ, അത് ജന്മജന്മാന്തരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. പൊന്നുഗുരുവായൂരപ്പ, അടിയണമൊന്ന് നമസ്കരിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ.